രാമചരിത മാനസത്തിൽ പറയുന്നത് നിങ്ങളൊക്കെ കുറച്ച് പഴങ്ങളൊക്കെ കഴിച്ചിട്ടിരിക്കുമോ, അപ്പോഴേക്കും ഞാൻ അവിടെ പോയിട്ട് വരാം. ഇത്രേ വേണ്ടൂ, യു എൻജോയ് അല്ലേ. പഴങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയപ്പോഴാണ് സന്തോഷമായിട്ടിരിക്കുമ്പോഴല്ലേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരുന്നോളൂ. അതിനിടയ്ക്ക് ഞാൻ പോയി കണ്ടു. അദ്യവാശോവാ വരുന്നതുമുണ്ട് ഞാൻ. ഇന്നല്ലെങ്കിൽ കൂടിയ നാളെ, അത്ര സമയം എടുക്കുള്ളൂ, കണ്ട് തിരിച്ചിവിടെ എത്തിക്കോളും. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. അതിനെന്താ ഉറപ്പ്? ഹൃദയത്തിൽ രാമരൂപം, നാവിൽ രാമനാമം, കയ്യിൽ ഞാൻ ഏറ്റെടുത്ത കാര്യം രാമൻ്റെ കാര്യമാണ്. ഭഗവാൻ എന്നിൽ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യുന്നു. നാവിൽ മറ്റുള്ളതിൻ്റെ രുചിയൊക്കെ പോയി, മറ്റുള്ള വർത്തമാനങ്ങളൊക്കെ കുറഞ്ഞു. ശ്രീരാം 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 അല്ലേ, നമഃശിവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, നാരായണ മന്ത്രം, രാമമന്ത്രം. തരണം ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വരും. സുരസയായിട്ടും മൈനാകമായിട്ടും സിംഹികയായിട്ടും വന്നു. അപ്പോൾ ഇത് മൂന്ന് തരത്തിൽ നിന്നാണ്. സുരസ ആകാശത്തിൽ നിന്ന് അല്ലെ മുകളിൽ നിന്ന് വന്നു, മറ്റേത് മലയായിട്ട് വന്നു മൈനാകം, മറ്റേത് വെള്ളത്തിൽ നിന്ന് വന്നു, എല്ലായിടത്തു നിന്നുണ്ടാവും. പക്ഷേ അതിനെയും ബുദ്ധിപൂർവ്വമാണ് പറഞ്ഞത്. സുരസയെ നേരിട്ടത് ആദ്യം നല്ല മനോഹരമായിട്ട് ആദ്യം പറഞ്ഞു, പിന്നീട് വേണ്ട സമയത്ത് എതിർത്ത് ജയിച്ചു, എന്നിട്ട് അനുഗ്രഹം വാങ്ങി. അപ്പോൾ ഈ സുരസ എന്താണ് പറഞ്ഞു? സുരസ, നമ്മളിൽ നല്ല രസം ഉണ്ടാക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന, ആകർഷണം ഉണ്ടാക്കുന്ന വിഷയചിന്തകളാണ്. നമ്മൾ ആധ്യാത്മിക മാർഗത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങിയാലും ലോകത്തിൽ നമുക്ക് ചുറ്റും എപ്പോഴും സുഖഭോഗ പദാർത്ഥങ്ങളുണ്ട്. നമ്മളിതിലേക്ക് പോയി പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരും തിന്നാതെയും കുടിക്കാതെയും ഒന്നും ഇരിക്കില്ല. മണങ്ങളും രുചികളും കളറുകളും വ്യക്തികളും എല്ലാം ഉണ്ടാവും, ലോകത്തിലെല്ലാം ഉണ്ടാവും. പക്ഷേ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരാൻ സമ്മതിക്കാതെ അതിനെ ബുദ്ധിപൂർവം അത് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മളതിനേക്കാളും വലുതാവണമെന്ന്. അപ്പോൾ വിഷയങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ അതിനേക്കാളും നമ്മുടെ മനഃശക്തി വലുതാവണം. അങ്ങനെ വലുതായി വരുന്ന സമയത്ത് വലിയ ആഗ്രഹം നമ്മൾ മുന്നിൽ വരുമ്പോൾ കൊടുക്കുക. ഇപ്പോൾ വേണ്ട, അതല്ലേ പറഞ്ഞത്, ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് ആഹാരമായിക്കോളാം. എൻ്റെ രാമകാര്യം സാധിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ സാധനയാണ് പ്രധാനം. സാധനയ്ക്കിടയ്ക്ക് വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ മെഡിറ്റേഷനൊക്കെ എടുത്ത് റെഡി ആകുമ്പോഴേക്കും പിന്നെ ഇത്തിരി വെള്ളം കുടിക്കാൻ തോന്നും, ഫാനിൻ്റെ സ്വിച്ച് അറേഞ്ച് ചെയ്യാൻ തോന്നും, കൊതുവിനെ ഓർമ്മ വരും, പലതരത്തിലുള്ള ഇല്ല, ഞാൻ ഇരുന്നു, അതിനിടയ്ക്ക് പിന്നെ ഒന്നുമില്ല. എത്തിയതിന് ശേഷം ഇനി സമയമുണ്ടെങ്കിൽ ബാക്കിയില്ല, എല്ലാം ആവാം. ഈ സുഖഭോഗ പദാർത്ഥങ്ങളുടെ ഒരു പ്രതീകമാണ് സുരസ. അത് വീണ്ടും വരും, പക്ഷേ ഇങ്ങനെ അതിജീവിക്കാം. മൈനാകം അവിടെ അതെ. അപ്പം മറ്റേത് ആഗ്രഹങ്ങളുടെ രൂപത്തിലാണ് വരിക, സാധനങ്ങളായിട്ടല്ല, ആഗ്രഹങ്ങൾ. അത് അനുഭവിക്കണം, പണ്ട് അനുഭവിച്ചതിൻ്റെ ഓർമ്മകൾ, ഈ തരത്തിലുള്ള പലതും ഉണ്ടാവും. ആഗ്രഹങ്ങൾ ഇനിയും വേണമെന്നുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ ഇങ്ങനെ ജീവിക്കാം. ഇത് വസ്തുരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് മൈനാകം. മൈനാകം എന്ന് ഓഫർ ചെയ്ത് അല്ലേ, ഇത്രയും ദൂരം താണ്ടി പോകേണ്ടതല്ലേ, കുറച്ച് ഫലമൂലാദികളൊക്കെ കഴിച്ച് ശുദ്ധവായുവൊക്കെ കൊണ്ട് ഇവിടെ റെസ്റ്റ് എടുത്തോളൂ ഇല്ല. അവിടെയൊക്കെ നമുക്ക് ആ ചിന്മയാനന്ദജിയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഒരു പ്രചോദനമാണ്. സ്വാമിജി ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു മെസ്സേജ് കൊടുത്തത്, ഇഫ് ഐ റെസ്റ്റ് ഐ റസ്റ്റ്. ഈ റെസ്റ്റ് എടുക്കുക എന്ത് ചെയ്തിട്ടാണ് നമുക്ക് റെസ്റ്റ് വേണ്ടതെന്ന്? എന്താ നമ്മളിത്ര ചെയ്യുന്നത്? റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തുരുമ്പിച്ച് പോകുന്നതാണ്. ഇഫ് ഐ റെസ്റ്റ് ഐ റസ്റ്റ്. എപ്പോഴും ചെറുപ്പക്കാരോട് ഓർമ്മിപ്പിക്കുന്നതാണ്, റെസ്റ്റ് എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും ചെയ്യരുത്. യു ഗോ ഓൺ ഡൂയിങ്, വർക്ക് ചെയ്യൂ. അതിൻ്റെ ഒപ്പം ടു ഗിവ്. റെസ്റ്റിനെ പറ്റി ആലോചിക്കാനേ പാടില്ല. റെസ്റ്റ് ചെയ്താൽ നമ്മുടെ മനസ്സ് തുരുമ്പിച്ച് പോയി. ഹനുമാൻജി ഇതൊക്കെയാണ് അവരെയൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. എല്ലാ മഹാത്മാക്കളുടെ പുറകിലും ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മൈനാകത്തിനോട് എന്താ ചെയ്ത്? ധിക്കരിച്ചില്ല. കാരണം മൈനാകം ഇങ്ങനെ സ്നേഹപൂർവ്വം, അവർക്ക് തമ്മിലൊരു കടപ്പാടുണ്ടെന്നാ, സ്നേഹപൂർവ്വം നിരസിച്ചു. ഇപ്പം വേണ്ട, വരുമ്പോൾ റെസ്റ്റ് എടുത്തോളാം. ഒരു തലോടൽ അല്ലേ, നോ താങ്ക്സ് എന്ന് പറയണ പോലെ. ഇപ്പം വേണ്ട, എപ്പോഴാണ് കൊണ്ടുവരാൻ തന്നെ, ഞാൻ പോണ എന്തൊരു കാര്യത്തിലാണെന്ന് അറിഞ്ഞില്ലേ, അങ്ങനെ റൂഡായിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പം വേണ്ട, വരുമ്പോൾ ആസ്വദിച്ചോളാം. ഇതായിരിക്കണം നമ്മുടെ സമീപം. നമ്മളൊന്നിനും ചെറുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം വർദ്ധിക്കും. എന്നാൽ അഡിക്റ്റ് ആവാനും പാടില്ല. ഒരു മധ്യരീതിയിൽ അതിനെ അകറ്റി നിർത്തണമെന്ന്. പിന്നീട് സിംഹിക വന്നു. സിംഹിക എന്താ? ഭൂതകാല അനുഭവങ്ങളുടെ അല്ലേ, ഛായാഗ്രാഹിണി എന്നാ പറയാം.
ഈ ഛായ നമ്മളെ ഇങ്ങനെ നിഴല് പോലെ പിന്തുടരുന്നത് നമ്മളുടെ ഭൂതകാലം. നമ്മളെവിടെ പോയാലും അത് കൂടെ വരുമല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് പാസ്പോർട്ടും വിസയൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും രാജ്യത്തേക്ക് നാട് കടന്നാലും വീണ്ടും നമ്മൾ ഈ മനസ്സും കൊണ്ട് അവിടെയും പോകണം അല്ലേ. നമുക്ക് ഇവിടെ തോന്നുന്നു ഈ വീട് വെച്ച ശേഷമാണ് ഇതൊരു ശരിയില്ല, ഇതിൻ്റെ ലക്ഷണം ശരിയില്ല, ഇവിടെ ഇരുന്നുകൊണ്ടാണ് എനിക്ക് അസുഖം വരുന്നത്, ദുഃഖം വരുന്നത്, വിഷമം ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥലം മാറി നോക്കും, ജോലി മാറി നോക്കും അല്ലേ, ആൾക്കാരെ വരെ മാറ്റി മാറ്റി നോക്കും. പക്ഷേ അതുകൊണ്ടൊന്നും സ്വസ്ഥത ഉണ്ടാവില്ല എന്നാ. കാരണം മനസ്സിൽ ഈ ഇംപ്രിൻസൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും സ്വസ്ഥത വരണമെങ്കിൽ എന്താ, ഈ മനസ്സിൽ വരുന്ന ചിന്തകളെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത്. മനസ്സിൽ വരുന്ന പൂർവ്വകാല സ്മരണ സാധകൻ്റെ ഏറ്റവും വലിയൊരു ശാപമാണ് അല്ലേ. നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഒബ്സർവ് ചെയ്താൽ അറിയാം. നാമം ജപിക്കാനിരിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് വെറുതെ ഇരുന്നാൽ വരാത്ത ചിന്തകൾ പോലും ആ സമയത്ത് ഓടിക്കയറി നമ്മുടെ അനുവാദം ഇല്ലാതെ വരും. ഇതൊക്കെ എപ്പോഴോ അനുഭവിച്ച, എപ്പോഴോ കണ്ടുമുട്ടി വേർപിരിഞ്ഞ ആൾക്കാരുടെയും അനുഭവിച്ച സാധനങ്ങളുടെയും ഒക്കെ സ്വാദും മണവും സ്നേഹവും സഹായങ്ങളും ഇതൊക്കെയാണ്. അതിനെ എന്താ ചെയ്ത ഹനുമാൻജി? സിംഹിയെ കൊന്നതെന്താ? ഒരൊറ്റ അടിയെന്നാണ്. അവിടെ സ്നേഹമൊന്നും അടിച്ചാൽ പറ്റില്ല, അടിച്ചമർത്തണം. അതിനപ്പം അങ്ങോട്ട് കട്ടൻ റൈറ്റായിട്ട് മനസ്സിലായിരുന്നു, നോ ഇപ്പം പറ്റില്ല. ഇതാണ് ഓരോ ഇതിൽ നിന്ന് നമുക്ക് എത്രയാണ് മനസ്സിലാക്കാനുള്ളത്. ഈ സാധന ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ എളുപ്പത്തിലല്ല. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഭജന വരുന്നത് കൊണ്ടോ വെറുതെ ഇങ്ങനെ ജപിച്ചത് കൊണ്ടോ ഒന്നും അങ്ങനെ പറ്റുന്നില്ല. അതായത് നമ്മൾ ആവർത്തിച്ചിട്ട് വീണ്ടും ചിന്തിക്കണം, എന്താ നമ്മളിൽ കുറവ്, എവിടെയാണ് നമുക്ക് തടസ്സമുള്ളത്, ഇത് ആലോചിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ പറ്റും. ഈ രാമരൂപം ഓർമ്മിക്കുന്നതിന്, ലക്ഷ്യത്തിനെ ഓർമ്മിക്കുന്നതിൽ കുറവുണ്ടോ? നാവ് കൊണ്ട് മറ്റു പലതും നമ്മൾ മറ്റു പല കാര്യത്തിനായിട്ടും, പരദൂഷണത്തിനായിട്ടോ ആത്മപ്രശംസയ്ക്കായിട്ടോ ഭൗതിക കാര്യങ്ങൾ നേടാനായിട്ട് മറ്റുള്ളവരെ അനാവശ്യമായിട്ട് പ്രസംഗിക്കാനായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അതോ നാമജപത്തിനാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മളെ ഏറ്റെടുത്ത പണി ഒരു ബുദ്ധിമുട്ടായിട്ട് കണ്ടുകൊണ്ടാണോ ചെയ്യുന്നത്? അതോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളുടെ വിജയം. അവിടെ ഹനുമാൻജി ജലധി ലാംഘികൈ അചരജനാഹി, യാതൊരു വിഷമവുമില്ലാതെ ലാംഘിന പറഞ്ഞാൽ മറികടക്കുക, ടു ക്രോസ്, മറികടന്നു. ദുർഗമ കാജ് ജഗത് കേ ജേത്തെ സുഗമ അനുഗ്രഹ തുമരേത്തേ. അപ്പോൾ അത് സാധിച്ചത് ലക്ഷ്യബോധവും മനസ്സിൻ്റെ ഐക്യം, ഇന്ദ്രിയങ്ങളുടെ സംയമനം ഇതൊക്കെ കൊണ്ടാണ്. ഇതുപോലെ ഹനുമാൻജിയെ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇന്ദ്രിയ സംയമനം, മനോനിയന്ത്രണം, ബുദ്ധികൂർമ്മത, ലക്ഷ്യബോധം ഇതെല്ലാം ഉണ്ടായി. നമ്മൾക്കും ഈ ലോകത്തിൽ എല്ലാവരും ഈ സംസാര സമുദ്രം മറികടക്കുന്നത് ദുർഗമമാണ്. ദുഷ്ടം ഗമം മറികടക്കാൻ അതീവ ദുഷ്കരമായതാണ് എന്നുള്ള അത്രയും വലിയ ഒരു കാര്യം പോലും സുഗമ അനുഗ്രഹ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് സുഗമമായി സാധിക്കും. അപ്പോൾ സമുദ്രതരണം, ഭഗവാന്റെ ആജ്ഞപ്രകാരമുള്ള ഈ സമുദ്രതരണം നമ്മൾ ഓരോരുത്തരും ഈ എത്രയും വേഗം ഈ സംസാര സമുദ്രത്തിനെ തരണം ചെയ്യാൻ. അപ്പോൾ വേറൊരിടത്ത് പറയും, ഈ നാരദ ഭക്തിസൂത്രത്തിൽ ഇപ്പം ഇങ്ങനെ ഓർമ്മ വന്നത്, കസ്തരതി മായാം എന്ന് ചോദിക്കുന്നുണ്ട്. ആർക്കാണ് ഈ മായയെ തരണം ചെയ്യാൻ സാധിക്കുക? കഹത്തരതി. സംസാര സമുദ്രം എല്ലാവരുടെ മുൻപിലുണ്ടല്ലോ. നമ്മളൊക്കെ ഇതിനെയാണ് പേടിക്കുന്നത് അല്ലേ. സംസാരം ഇങ്ങനെ കിടക്കുകയാണ്, വിശാലമായിട്ടും അഗാധമായിട്ടും ഈ അനുഭവങ്ങളൊക്കെ നിറഞ്ഞ് ഈ ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ വിഷയപദാർത്ഥങ്ങളുടെ ആസ്വാദന്യാണ്. അത് കുടിക്കുന്തോറും ഇനിയും കുടിക്കണമെന്ന് തോന്നും. ഈ ടെംപ്റ്റേഷൻസ് ഒക്കെ നിറഞ്ഞ ഈ ഇതിനെ എങ്ങനെ നമ്മൾ മറികടക്കാം? അപ്പോൾ അത് ഉണ്ടായത് എവിടുന്നാന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഈ ഇതുണ്ടായത്? മായ, അജ്ഞാനം കൊണ്ടാണ് ഈ സംസാര സമുദ്രം ഉണ്ടായത്. ഇനി ഇതിനെ മറികടക്കാൻ എന്താ ചെയ്യുക? അങ്ങനെ ഈ മായയെ തരണം ചെയ്യണം. അതിൻ്റെ റൂട്ട് കോസാണ് മായ. മായയെ തരണം ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് ആവുന്ന കാര്യമായിരിക്കുന്ന സമുദ്രമാകുന്ന ഈ ജീവിതത്തിനെ നമുക്ക് മറികടക്കാം. അത് ചോദിക്കുന്നതാണ് എന്താണ്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ആർക്കാണ് മറികടക്കാൻ പറ്റുക? യഹാ സംഗം ത്യജതി, ആർക്കാണോ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തത്. ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമ്മൾ ഹനുമാൻജിൽ നോക്കൂ, എല്ലാം ഇല്ലേനോ. യഹാ സംഗം ത്യജതി, ആരോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കുക. അപ്പോൾ പിന്നെ ചാടിക്കിടക്കൽ എളുപ്പമാണ്. ആരോടെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് ഒരു ഉൾവലിവ്. യോ മഹാനുഭാവം സേവതേ, മഹാന്മാരെ സേവിക്കുക. അതും കണ്ടു, സത്സംഗപ്രിയനാണ്. കിട്ടുന്നിടത്തൊക്കെ മഹാന്മാരുടെ സാമീപ്യം പോയിടത്തൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിർമ്മമോ ഭവതി,
മമതയില്ല. എൻ്റേത്, എൻ്റെ ആൾക്കാർ, എനിക്ക് വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒരു പരിഗണനയൊന്നുമില്ല. യോ ലോകബന്ധം ഉന്മൂലയതി, ലോകത്തിനോടുള്ള എല്ലാ അഫെക്ഷനും മുറിച്ച് കളഞ്ഞത്. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ, അറുത്ത് മുറിച്ച് കളഞ്ഞിട്ടില്ല. ഒന്നിനോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെൻറ്റും ഇല്ല, പ്രത്യേകിച്ച് ഒരു മമതയില്ല, പ്രത്യേകിച്ച് ആരോടും ദേഷ്യമില്ല. ഇൻഡിഫറൻ്റായിട്ട് ഫ്രീ മൈൻഡായിട്ട്. യോ നിസ്ത്രൈഗുണ്യോ ഭവതി, 3 ഗുണങ്ങൾ മാറി മാറി വരും മനസ്സിൽ. പക്ഷേ 3 ഗുണങ്ങളോടും താതാത്മ്യം പ്രാപിക്കാതെ നിർഗുണമാണ് എൻ്റെ സ്വരൂപം എന്ന് സദാ, അതാണ് സദാ രാമനെ ഓർമ്മിക്കലേ. രാമൻ നിർഗുണനാണ്. സദാ ഓർമ്മിക്കുക, ഞാൻ ഈ ഗുണശീലനല്ല, ജീവനല്ല, ഞാൻ ആത്മാവാണ് എന്നെപ്പോഴും സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. യോ യോഗക്ഷേമം ത്യജതി, യോഗവും ക്ഷേമവും. യോഗം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടാക്കലാണ് യോഗം. അതിനെ മെയിൻറ്റെയിൻ ആണ് ക്ഷേമം. ഇതാണ് നമ്മൾ ഭൗതികത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേടിക്കൊണ്ടിരിക്കുക, പിന്നെ നഷ്ടപ്പെടുത്താതെ നോക്കിക്കൊണ്ടിരിക്കുക. നഷ്ടപ്പെടുമ്പോൾ ദുഃഖം, നേടാൻ പറ്റാതിരിക്കുമ്പോൾ ദുഃഖം. ഇതാണ് സംസാര ജീവിതം. അതിനെ തിരിച്ചു യോഗം ക്ഷേമക്കാർ നോക്കും. അഹം വഹാമി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നോക്കിക്കോളും. അനന്യാശ്ചിന്തയന്തോമ ഈ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിക്താനാം യോഗക്ഷേമം അഹം വഹാമി. അനന്യ ചിന്ത ഉണ്ട്. രാമനെ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ നോക്കിക്കോളും എൻ്റെ യോഗക്ഷേമമൊക്കെ. എൻ്റെ ആഹാരാദി കാര്യങ്ങളൊന്നും ഞാൻ നോക്കണ്ട, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. യഹ കർമ്മഫലം ത്യജതി, കർമ്മത്തിനെ ചെയ്തു. എനിക്ക് കർമ്മം ചെയ്യാനേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. കർമ്മം ചെയ്യാൻ അധികാരി നീയാം, കർമ്മഫലമതിലോർത്തിടല്ല. അതും അക്ഷരാർത്ഥം പ്രയോഗിക്കുന്നു. കർമാണി സന്യസ്യതി, ഇന്ന കർമ്മം ചെയ്തേ തീരുമെന്ന് നിർബന്ധമേ ഇല്ല. പ്രത്യേകിച്ചിട്ടൊരു കർമ്മം ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റൊന്നും എപ്പോഴും മനസ്സിലില്ല. പിന്നെന്താ, രാമൻ ഏൽപ്പിച്ച കാര്യം ചെയ്യാം. അപ്പോൾ അതെന്താ, വന്നുപെട്ട കർമ്മങ്ങൾ യഥാവിധി ആസ് പെർ കപ്പാസിറ്റി ആൻഡ് എബിലിറ്റി ചെയ്യുന്നു. ബാക്കിയൊക്കെ അങ്ങോട്ട് കൊടുക്കുക, ഒന്നുമില്ല. കർമാണി സന്യസ്യതി, ഒരു കർമ്മത്തിനോടും ആസക്തിയില്ല. തത്തോ നിർദ്വന്ദ്വോ ഭവതി, പിന്നീട് അങ്ങോട്ട് നിർദ്വന്ദ്വൻ, ദ്വന്ദ്വചിന്തകളൊന്നും ഇല്ലാതെ. യോ വേദാനപി സന്യസ്യതി, ലോകവേദ വ്യാപാരം എന്നല്ല പറഞ്ഞു. ലോകത്തിനോടും വേദ അഭ്യാസങ്ങളോട് പോലും ആകർഷണമില്ലാതെ അതിനെയൊക്കെ ഉപേക്ഷിച്ചു. ഒന്നും വേണ്ട, ചിന്തനത്തിന് അതൊന്നും വേണ്ടേ. രാമചിന്തനത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല. അവിഛിന്ന അനുരാഗം ലഭതേ, അവിഛിന്നം, വിഛിന്നമില്ലാതെ, ഇടതടവില്ലാതെ, ഇടമുറിയാതെ ആ രാമചിന്തനം ഇവിടെ ഹനുമാൻജി നടത്തിക്കൊണ്ടിരുന്നു. ഇത് തന്നെയാണ് അവിടെ പറയുന്നത്. ആർക്കാണ് ഇത് സാധിക്കുക? ഇടതടവില്ലാതെ നമ്മുടെ പരമാത്മാവിനെ, നമ്മുടെ സ്വരൂപത്തിനെ ചിന്തിച്ചുകൊണ്ട്. അവിടെ ബ്രേക്ക് ഉണ്ടാവാം, ഇടയ്ക്ക് വിഷയവാസനകൾ വരാൻ പാടില്ല. ഇങ്ങനെ തൈലധാര പോലെ നിരന്തരം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. യോ വേദാനപി സന്യസതി കേവല അവിഛിന്ന അനുരാഗം ലഭതേ. ഇത്രയും ഗുണങ്ങളുള്ളവർക്ക് സതരതി സ ലോകാൻ താരയതി, അങ്ങനെയുള്ള വ്യക്തികൾ മായയെ മറികടക്കുന്നു എന്ന് മാത്രമല്ല ലോകാൻ താരയതി, മറ്റുള്ളവരെയും താരണം ചെയ്യും. ഇതൊക്കെ നമുക്ക് ഹനുമാൻചരയിൽ, ഇതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. ആ മായയെ തരണം ചെയ്ത് മായാധിപതിയായിരിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് വേണ്ട ഗുണങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഹനുമാൻജിയിൽ കാണാം. ഇങ്ങനെ നമുക്ക് നോക്കിപ്പോയാൽ ഒരുപാടുണ്ട്. ബാക്കി നോക്കാം എങ്ങനെയാണ് നമ്മൾ എത്തിക്കുന്നത്. ഈ ഗുണങ്ങളൊക്കെ ഭക്തൻ എപ്പോഴാണോ തൻ്റെ ഹൃദയത്തിൽ, ഇപ്പം നേരത്തെ പറഞ്ഞു സാധകനായാലും ഭക്തനായാലും ഹൃദയത്തിൽ നിറയ്ക്കുന്നത്, അപ്പം നമ്മളെ അനായാസം രാമസന്നിധിയിലേക്ക് ചേർക്കുന്നു. അതാണ് അടുത്ത ഭാഗം. राम दुवारे तुम रखवारे होदन आज्ञा बिनु पैसारे। राम दुवारे तुम रखवारे होदन आज्ञा बिनु पैसारे। सब सुकल है तुम्हारी शरणा तुम रक्षक काहू को डरना। सब सुखल है तुम्हारी शरणा तुम रक्षक काहू को डरना। राम दुवारे तुम रखवारे होदन आज्ञा बिनु पैसारे। सब सुकल है तुम्हारी शरणा तुम रक्षक काहू को डरना। രാമദ്വാരേ തുമുരഖ്വാരേ, രാമദ്വാരത്തിൽ രാമസന്നിധിയുടെ മുൻപിൽ ഹനുമാൻജി ഇരിപ്പുണ്ടാവും. ഇത് നേരത്തെ നമ്മൾ കണ്ടു, നമുക്കൊക്കെ വിശ്വാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഹനുമാൻജിയാണ് നമ്മളെ ശ്രീരാമസന്നിധിയിലേക്ക് എത്തുന്നത്. ഹോത്തിന് ആജ്ഞാ ബിനു പൈസാരെ, ഹനുമാൻജിയുടെ ആജ്ഞയില്ലാതെ നമുക്ക് രാമൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഹനുമാൻജി നമ്മളെയൊക്കെ തടഞ്ഞു നിർത്തുന്നല്ല. അവിടെ എങ്ങനെ ഒരു സ്ക്രീനിങ് ഒന്നുമില്ല.
മറിച്ച് ചെയ്യുന്നത് ആ പരിസരത്തെ കൂടെ ആരെങ്കിലും പോകണമെങ്കിൽ ദേ നിങ്ങൾ ഇവിടെ വന്ന് ഇത് രാമനിലേക്ക് ചേരുന്നവർ പിടിച്ച് നമ്മളെ അകത്തേക്ക് ആക്കുന്ന അതിനുവേണ്ടി ദ്വാരത്തിലിരിക്കുന്നുണ്ട് അത്. അല്ലാതെ നമ്മളെ സംശയിച്ചിട്ട് തടഞ്ഞു നിർത്തുന്നല്ല, അങ്ങനെ പാസ് ചോദിക്കലല്ല. അകത്തേക്ക് നമ്മൾ ആ ഭാഗത്ത് കൂടെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ മനസ്സിലേക്ക് രാമചിന്തനം വീണ്ടും വീണ്ടും വരുത്തിയിട്ട് രാമനിലേക്ക് കൂട്ടിയോജിപ്പിക്കും. ആ ഹനുമാനിൽ കൂടിയിട്ടല്ലാതെ നമുക്ക് രാമനിലെത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സാധകനെ ഓർമ്മിക്കുക. സാധകൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ മാത്രമേ സാധ്യമാകുന്ന രാമനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അതാണ് അതിൻ്റെ ആന്തരാർത്ഥം. ഹനുമാൻജി ഓരോരുത്തരായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടേ ഇടണമെന്നല്ല, നമ്മൾ ഹനുമാൻ്റെ തലത്തിലേക്ക്, ആ ഹനുമാൻ്റെ വ്യക്തിത്വത്തിൽ കൂടി മാത്രമാണ് രാമനിലേക്ക് എത്താൻ പറ്റുക. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാതൊരു സംശയമില്ലാതെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് പറയണം. സബ് സുഖ് ലഹേ തുമ്ഹാരീ സരന തും രക്ഷക് കാഹു കോ ഡർന. നമ്മൾ എന്തിനാ പേടിക്കണേ? ഹനുമാൻജി നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ രക്ഷയൊക്കെ ചെയ്തോളും. കാരണം ശ്രീരാമൻ്റെ ഉത്തമ ഭക്തനല്ലേ, തന്നോളം ഉയർത്തിയവനാണ്. അതുകൊണ്ട് ആ ഹനുമാൻജി നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. ഭൗതിക കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മൾ പേടിക്കേണ്ട. മറ്റുള്ളവരുടെ കാര്യം ഉണ്ടാവും, കുടുംബകാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമുക്ക് ആശങ്ക വേണ്ട. അതെല്ലാം യഥാവിധി നടന്നോളും. ഹനുമാൻജിയിൽ നമ്മൾ സറണ്ടറിങ് ഉണ്ടായാൽ മതി. തും രക്ഷക് കാഹു കോഡർന, അവിടുന്ന് രക്ഷകനായുള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിനാ പേടിക്കണേ? കാരണം അങ്ങ് അതീവ ബലശാലിയാണ്. ഭക്തജനങ്ങൾക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ, മാനസിക ദൗർബല്യമാണ് അധികം, പലതരത്തിലുള്ള ന്യൂനതകൾ നമുക്കുള്ളത് കൊണ്ട് രാമസന്നിധിയിലേക്ക് എത്താൻ നമ്മൾ താമസിക്കുന്നതാണ്. അപ്പോൾ ഹനുമാൻജി ചെയ്യുന്ന ഒരു മഹത് സേവനം നമ്മളുടെ ഉള്ളിലെ ന്യൂനതകളൊക്കെ കുറച്ച് ദൗർബല്യങ്ങളെ ഇല്ലാതാക്കി രാമദ്വാരേ തുമ രഘവാരേ, രാമദ്വാരത്തിൽ ഇങ്ങനെ ഇരിക്കണം. എപ്പോഴും രാമൻ്റെ സേവകനായി, എളിയ ഭക്തനായി എല്ലാ ഭക്തന്മാരെയും രാമനിലേക്ക് യോജിപ്പിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും നമ്മളിൽ ശ്രദ്ധ വളർത്താനായിട്ടും വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് പറഞ്ഞു. ഇതുപോലെ സുഗ്രീവനെ യോജിപ്പിച്ചു, രാമനെയും സീതയെയും രാമനുമായിട്ട് യോജിപ്പിച്ചു, രാവണനെയും രാമനുമായിട്ട് യോജിപ്പിച്ചു. ഇങ്ങനെ ഓരോരുത്തരെയും അവരവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് പോലും അതിനെയെല്ലാം മറന്നുകൊണ്ട് പോലും രാമനിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പം നമുക്കൊരു ആത്മധൈര്യം കിട്ടാത്തത്, അതല്ലെങ്കിൽ ഒരു സംശയം തോന്നുന്നതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാരം ഇങ്ങനെ അനുഭവിച്ച് അതിൽ കുറേ വൈമുഖ്യങ്ങളുണ്ടായിട്ടുണ്ട്, കുറേ വിഷമങ്ങളുണ്ട്, അതിൻ്റെ ഓർമ്മകളുണ്ട്, ഭൂതകാല സ്മരണകളുണ്ട്, പറഞ്ഞു ഇനിയും തീരാത്ത ആഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. പിന്നെ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഭയം കൂടെ ഉണ്ട്, പ്രലോഭനങ്ങൾ മറുഭാഗത്ത്. ഇങ്ങനെയുള്ള വിശാലമായിരിക്കുന്ന ഈ സംസാര സമുദ്രം നമ്മളെ ഇങ്ങനെ വീണ്ടും നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മഹാസമുദ്രത്തിനെ മറികടക്കാൻ പോലും ഹനുമാൻജി തൻ്റെ സ്മരണം കൊണ്ട് തന്നെ നമ്മളെ സാധിപ്പിക്കുന്നതാണ്. ഹനുമാൻജിയെ സ്മരിക്കാനുള്ള നമ്മളുടെ ശ്ലോകങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഉല്ലംഘ്യ സിന്ധോസലിലം സലീലം യശോകവന്യം ജനകാത്മജായാഹ ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ചലിമാഞ്ജനീയം. സിന്ധോഹോ ഉല്ലംഘ്യ, സിന്ധുവിനെ, വലിയ ആഴത്തിലും പരപ്പിലും കിടക്കുന്ന ആ സമുദ്രത്തിനെ സലീലം ഉല്ലംഘ്യാന, ഒരു ലീലയായിട്ട്, തമാശയായിട്ട്, വളരെ അനായാസം, എഫേർട്ട്ലെസ് ആയിട്ട് മറികടന്നു എന്നാ. സലീലം ഉല്ലംഘ്യ, സലീലത്തിനെ സലീലമായിട്ട് മറികടന്നു എന്നാ. അപ്പോൾ നമുക്കിതിങ്ങനെ വലിയ ഒരു വിഷമായിട്ട് തോന്നുന്ന ഈ ജീവിത സമുദ്രത്തിനെ അനായാസം തരണം ചെയ്യാൻ സാധിക്കും. ഇന്നലെ നമ്മൾ കണ്ടു എന്തുകൊണ്ടാണ് ഈ സമുദ്രം ഉണ്ടായത്? അജ്ഞാനം കൊണ്ട്. അജ്ഞാനം എന്ന് പറഞ്ഞാൽ മായ, അറിവില്ലായ്മ. അറിവാണ് രാമൻ, ശുദ്ധജ്ഞാനമാണ് രാമൻ, തത്വമാണ് രാമൻ. ആ രാമനെ നമ്മൾ സ്മരിക്കും തോറും അജ്ഞാനം പോയി. അജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ സമുദ്രമില്ല, മോഹസമുദ്രം ഇല്ല. അപ്പോൾ ഈ മോഹസമുദ്രത്തിനെ മറികടക്കണമെങ്കിൽ അത് മറികടക്കാൻ സാധിച്ച, മഹാസമുദ്രത്തിനെ മറികടക്കാൻ സാധിച്ച ഒരേ ഒരു കഥാപാത്രമാണ് ഫുൾ രാമായണത്തിലും ഹനുമാൻജി മാത്രം. അപ്പോൾ അദ്ദേഹത്തിനെ സ്മരിച്ചാലേ ഈ നമുക്ക് ഭയമെല്ലാം പോയി സംസാര ഭയം നീങ്ങിക്കിട്ടുള്ളൂ എന്നാണ്. അത് ദുർഗമമായിട്ട് നമുക്ക് തോന്നിയാലും എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ അതിനെന്താ വഴി എന്നുള്ളതും തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്? ആദ്യം വ്യക്തി ജീവിതം വളരെ ശുദ്ധവും പവിത്രവും അച്ചടക്കപൂർണവുമാക്കി, വളരെ എളിയ ജീവിതം, ഉയർന്ന ചിന്ത, ഇങ്ങനെ ജീവിച്ച് മനസ്സിലെ അശുദ്ധിയൊക്കെ കളയാനായിട്ട് കർമ്മയോഗം അനുഷ്ഠിച്ചുകൊണ്ട്, യഥാർത്ഥ കർമ്മയോഗിയാണ് ഹനുമാൻജി. ഒരു
വ്യക്തിത്വത്തിനെ വളരെ പരിശുദ്ധമാക്കുക. അങ്ങനെ അതിൻ്റെ തുടർച്ചയായിട്ട് കർമ്മയോഗം നമ്മളുടെ സ്വഭാവമാക്കുക. കർമ്മയോഗത്തിനും പറയുന്ന പ്രധാന ഘടകങ്ങൾ ഞാൻ എന്ന ഭാവം തോന്നാതിരിക്കുക, ചെയ്യുന്ന കർമ്മത്തിൽ അഭിമാനിക്കാതിരിക്കുക, ഫലത്തിനോട് അമിതമായിട്ട് പ്രതികരിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതിരിക്കുക. ഇതൊക്കെ തന്നെ ഹനുമാൻജി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. എത്ര മഹത്തായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, ഇതെല്ലാം ആ രാമൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, രാമൻ എന്നിൽ കൂടെ പ്രവർത്തിക്കണമെന്ന്. ഇതാണ് ലെറ്റ് ദ ലോർഡ് വർക്ക് ത്രൂ അസ്. ഇതാണ് ഭക്തൻ്റെ ഭാവന. എന്നിൽ കൂടെ ഭഗവാൻ പ്രവർത്തിക്കട്ടെ. ഭഗവാൻ എന്താ ഉദ്ദേശിക്കുന്നത്, അതിന് ഞാനൊരു ഉപായം മാത്രം, ഒരു മാധ്യമം മാത്രമാണ്. ഇതന്നെ എപ്പോഴും ഹനുമാൻജി സൂക്ഷിച്ച ഭാവം. നമ്മൾ ആരാധിക്കുന്ന ഫോട്ടോയിൽ പോലും സീതാസമേതനായി രാമൻ വിരാജിക്കുമ്പോൾ ആ പട്ടാഭിഷേകത്തിൻ്റെ ചിത്രത്തിൽ പോലും ഒരു മൂലയ്ക്ക് ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങിക്കൂടി എളിയ ഭക്തൻ്റെ ഭാവത്തിലാണ് ഹനുമാൻജി. ഒന്നും വേണ്ട, ഈ കാര്യം മുഴുവൻ ചെയ്തത് മൂപ്പരാണ്. പക്ഷേ ഒന്നും വേണ്ട, ഒരു ഭാഗത്ത് ദൂരെ പോയി ദാസസ്യ ദാസസ്യ ദാസോഹം, ദാസൻ്റെ ദാസൻ്റെ ദാസനായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും വേണ്ട, ഈ ഒരു ഭാവത്തിലാണ് സകല കർമ്മങ്ങളും ചെയ്തത്. ആ ഒരു ഭാവനയെ കൊണ്ട് ഉണ്ടായ മറ്റൊരു നേട്ടം, എത്ര വലിയ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതൊരു വലിയ ഭാരമായിട്ടും തോന്നിയില്ല. ചെറിയ കർമ്മം ചെയ്യുമ്പോൾ അതൊരു പുച്ഛമായിട്ടും തോന്നിയില്ല. ഞാൻ ഇത്ര ശക്തിയുള്ള ഒരാൾക്ക് ചെറിയൊരു കാര്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ എത്ര ശക്തിയുള്ളവനാണ്, അങ്ങനെ തോന്നിയിട്ടില്ല. വലിയ കർമ്മങ്ങൾ, ഈ സമുദ്രത്തിനെ മറികടന്ന് അതും രാവണൻ്റെ അടുത്ത് പോയി സീതാദർശനവും സീതാപ്രാപ്തിയും എല്ലാം അതീവ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതും ആ ഭാവത്തോടു കൂടി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ചെറുതാണോ വലുതാണോ കർമ്മത്തിൽ എഴുകിച്ചേരലില്ല. പിന്നെ എനിക്ക് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്തു, രാമാജ്ഞ അനുസരിച്ച് ചെയ്തു. എൻ്റെ ജീവനം തന്നെ രാമന് വേണ്ടിയിട്ടാണ്. രാമപ്രാപ്തി മാത്രമാണ് ജീവിത ലക്ഷ്യം. തൻ്റേതായിരിക്കുന്ന പ്രത്യേക പ്രതീക്ഷകളോ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ സ്വാർത്ഥമായ ഒരു ചിന്ത പോലും ഇല്ല. എല്ലാ പ്രവൃത്തിയും രാമന് വേണ്ടിയിട്ട്. ഞാൻ ജീവിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കർമ്മങ്ങളൊക്കെ, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എൻ്റെ ആഗ്രഹപൂർത്തിക്കല്ല, രാമകാര്യം പൂർത്തീകരിക്കാനാണ്. ആ ഒരു ഭാവം. അപ്പോൾ സ്വതസിദ്ധമായ ആ മനഃശുദ്ധി ഈ കർമ്മയോഗി ആയിരിക്കുന്ന ഹനുമാൻജി നമുക്ക് ചെയ്തു കാണിച്ചു തരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിൻ്റെ അശുദ്ധിയെല്ലാം പോയി. അപ്പോൾ നമ്മൾ ഭക്തനായിരിക്കുന്ന ഒരു അവസ്ഥയിൽ, ഭക്തനെയും പറഞ്ഞു പല ലെവലുണ്ട്. അധമഭക്തൻ അല്ലെങ്കിൽ മന്ദഭക്തൻ, മധ്യമഭക്തൻ, ഉത്തമഭക്തൻ. ഉത്തമഭക്തനാണ് ഹനുമാൻജി എന്ന് പറയും. അപ്പം എന്താ ഭക്തൻ്റെ ലക്ഷണം? പരമഭക്തൻ പറയുന്നുണ്ട്, മദ്ഭക്തഃ മദാശ്രയഃ മത്കർമ്മകൃത് മത്പരമഃ നിർവൈരഃ സംഘവർജിതഃ. ഒരാളോടും പ്രത്യേകിച്ചിട്ട് ഇഷ്ടവും അനിഷ്ടവുമില്ല, ആരോടും ദേഷ്യമില്ല, നിർവൈരഃ. പിന്നെ സർവസംഘപരിത്യാഗിയാണ്. മത്കർമ്മകൃത്, ഭഗവാന്റെ കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. മത്പരമഃ മത് യാജി മാം നമസ്കുരു എന്നൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനും പ്രഖ്യാപിച്ചതുപോലെ ഉള്ള ഭക്തൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് കാണാം. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് ആത്മവികാസത്തിൻ്റെ പാതയിൽ ഇങ്ങനെ അടിവെച്ചടിവെച്ച് മുന്നോട്ട് പോകേണ്ടതെന്ന്. നമ്മളൊക്കെ ആദ്യം സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നത്. അങ്ങനെ കുറേ കാലം സുഖഭോഗങ്ങൾ അനുഭവിച്ച് പിന്നെ അതിലൊരു മടുപ്പ് വരുമ്പോഴാണ് അതിന്ന് കരകയറാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ജീവിച്ചാൽ എന്തൊക്കെയോ ഒരു പരിമിതി ഉണ്ട്, അല്ലെങ്കിൽ കുറവുകളുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റ്. അതാണ് സാധകൻ്റെ തുടക്കം. അപ്പോഴാണ് കർമ്മഭാവന മാറ്റണം എന്ന് പറയുന്നത്. ആ കർമ്മഭാവനയ്ക്ക് നമുക്ക് മാതൃകയായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഹനുമാൻജി തന്നെ മുറുകെ പിടിച്ച് ആ ഭാവത്തിലെ സേവകൻ പറഞ്ഞു, ആരെ സേവിക്കണം, എങ്ങനെ സേവിക്കണം, ഏത് ഭാവത്തോടു കൂടി സേവിക്കണം, എപ്പോഴൊക്കെയാണ് സേവനം ചെയ്യേണ്ടത്, അതും നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും സംശയം വന്നാലും ഹനുമാൻജിയുടെ കാര്യങ്ങളെ നമുക്ക് റെഫർ ചെയ്യാം. അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞു കർമ്മയോഗത്തിൻ്റെ ലക്ഷണം, കർമ്മയോഗിയുടെ ലക്ഷണം. എന്താ കർമ്മയോഗം അനുഷ്ഠിക്കുന്നു എന്നുള്ളതിൻ്റെ ശരിക്കും അതിൻ്റെ ലക്ഷണം എന്താ? ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണ സംതൃപ്തി, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. ആ കണ്ടെയ്ൻമെൻറ്റ്, ചെറുതും വലുതുമായിരിക്കുന്ന ഏത് കർമ്മം ചെയ്താലും ഒരു റിഗ്രറ്റ് ഇല്ലാതെ, പിന്നീട് ഒരിക്കലും അതിനെപ്പറ്റി ആലോചിക്കേണ്ടി വരാതെ, അതിലൊരു ദുരഭിമാനം ഉണ്ടാവാതെ എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു, അത് ആ സംതൃപ്തി.
അതും എല്ലാറ്റിലും ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് അപ്പം ഇങ്ങനെ മനസ്സിലത്തെ ചെളികളൊക്കെ പോയി ക്ലീനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഭക്തൻ്റെ നിലവാരത്തിലേക്ക് വരുന്നു. ഭക്തനിലും മന്ദഭക്തനിൽ ഉയർന്ന് മധ്യമഭക്തനിലായി പരമഭക്തൻ. സദാ രാമനാമം ഉരുവിടുക, സദാ രാമചിന്ത, രാമരൂപത്തിനെ കാണാനുള്ള ആ ആഗ്രഹം എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ? എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എവിടെയൊക്കെ രാമകീർത്തനം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. ഇനിയും കേൾക്കണം, ഇനിയും കേൾക്കണം, ഇനിയും കേൾക്കണം. കേട്ടിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല. നമ്മൾക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതിന് മുൻപ് എത്രമാത്രം തീവ്രമായിട്ടാണോ ഈ ലോകകാര്യങ്ങൾ പറയാനും കേൾക്കാനും ആഗ്രഹവും വ്യഗ്രതയും ഉള്ളത്, അത്രയും നമുക്ക് നമ്മുടെ ഭഗവത് കാര്യങ്ങൾ കേൾക്കാൻ വേണം.